പ്രാദേശിക സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടി. UDF ഒരു മുന്നണി മാത്രമല്ല, ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ടീം UDF ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ, മുന്നൊരുക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം, സീറ്റ് വിഭജനം, ഘടകകക്ഷികൾ തമ്മിലുള്ള ഇക്കാര്യത്തിലെല്ലാം എല്ലാ മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ മുൻപിലെത്തിക്കഴിഞ്ഞു. പ്രചരണത്തിൻ്റെ കാര്യത്തിൽ UDF ബഹുദൂരം മുന്നിലേക്ക് പോകും. ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിൻ്റെ 4.5 വർഷക്കാലത്തെ അല്ലെങ്കിൽ 9.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിചാരണ ചെയ്യുന്നതിനുള്ളൊരു അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും. കേവലം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളം മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുക. സാമ്പത്തികമായി ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുകയാണ്. ഖജനാവിൽ 5 പൈസയില്ല, കടം വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നെല്ലാമാണ് കടം മേടിക്കുന്നതെന്ന് സർക്കാരിന് പോലും അറിയില്ല. കഴിഞ്ഞ 10 മാസക്കാലമായി ഇന്ത്യയിൽ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനം കേരളത്തിനാണ്. മാർക്കറ്റിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്, 2100 ചില്ലാൻ കോടിയാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത്. പണമില്ലാത്തത് കൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റുന്നില്ല. മാർക്കറ്റിലെ വില താഴേക്ക് വരുന്നില്ല. ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1-ാമത്തെ സംസ്ഥാനം കേരളമാണ്. ഞാൻ വെറും വാക്കല്ല പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഭക്തജനങ്ങളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘവുമായി ബന്ധമുള്ള ആളുകളാണ് ശബരിമലയെ കൊള്ളയടിച്ചിരിക്കുന്നത്. ശബരിമല കൊള്ളയടിക്കുന്ന കാര്യത്തിൽ CPM നേതൃത്വത്തിനും പങ്കുണ്ട്. CPM പറഞ്ഞയച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു. 3 പ്രസിഡന്റുമാർക്ക്, CPM നിയോഗിച്ച 3 പ്രസിഡന്റുമാർക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്ത്. ഇതെല്ലാം തീർച്ചയായിട്ടും ചർച്ചയാവും. കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലാണ്. നെല്ല് സംഭരണം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. കർഷകർ അധ്വാനിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച് അവരുണ്ടാക്കിയ നെല്ല് പാടശേഖരങ്ങളിൽ മഴ കൊണ്ട് കിടക്കുകയാണ്. മില്ലുകാരും ഇല്ല, സപ്ലൈകോയും ഇല്ല, സർക്കാരും ഇല്ല. ആ നെല്ല് മുഴുവൻ നശിച്ചു പോവുകയാണ്. പാവപ്പെട്ട കർഷകന്റെ ചുടുകണ്ണീരാണ് പാടത്ത് വീഴുന്നത്. ഇവിടെ ഒരു സർക്കാരുണ്ടോ? എത്ര ഭംഗിയായിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നെല്ല് സംഭരിച്ചിരുന്നത്. തീരപ്രദേശത്ത് പട്ടിണിയാണ്, വറുതിയാണ്, മണ്ണെണ്ണ സബ്സിഡി ഇല്ല, മത്സ്യലഭ്യതയില്ല, തീരശോഷണമാണ്, വേലിയേറ്റ വെള്ളപ്പൊക്കമാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ പരിപാടികൾ പ്രഖ്യാപിച്ച സർക്കാർ 1 രൂപ പോലും തീരപ്രദേശത്ത് ചെലവാക്കുന്നില്ല. മലയോരത്ത് വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പാവപ്പെട്ടവനെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കേരളം മുഴുവൻ ലഹരി മരുന്ന് മാഫിയക്ക് കൊടുത്തിരിക്കുകയാണ്. ലഹരി മരുന്നിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റി. ക്രമസമാധാനം മുഴുവൻ തകർന്നു. ഞങ്ങൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. സിസ്റ്റം മുഴുവൻ തകർന്നു പോയി.
സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നത്. സിസ്റ്റം മുഴുവൻ തകർന്നു പോകുന്നു. ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സിസ്റ്റം തകർന്നതിൻ്റെയാണ്. അപ്പം പുതിയ വാർത്തകൾ വരുന്നത് സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായി രോഗികളുടെ എണ്ണം കുറയുന്നു എന്നാണ്. കാരണം അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം? ഓപ്പറേഷൻ വേണമെങ്കിൽ കത്രികയും സൂചിയും നൂലും പഞ്ഞിയും കൂടി മേടിച്ചുകൊണ്ട് പോകണം. ഒന്നുമില്ല അവിടെ. സർജിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ എടുത്തുകൊണ്ട് പോയാൽ മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് നിലത്താണ് കിടക്കണം. ഈ പരിതാപകരമായ അവസ്ഥയിലേക്ക് ആരോഗ്യത്തെ മാറ്റി, വിദ്യാഭ്യാസ രംഗത്തെ തകർന്നു. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ്. ഞങ്ങൾ ടീം UDF ആയി ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ജനങ്ങൾ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾ ആ വിജയ പ്രതീക്ഷയിലാണ്. നന്നായി വർക്ക് ചെയ്യും. മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ എല്ലാ മുന്നണികളെക്കാൾ മുൻപന്തിയിലാണ്. നല്ല പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയ ആത്മവിശ്വാസത്തിലാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതെല്ലാം ഇന്നും നാളെയായിട്ട് നടക്കും. ഇതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. അത് നമ്മളിവിടെ കൊച്ചിയിൽ താമസിച്ചത്, കൊച്ചിയിൽ നറുക്കെടുപ്പ് റദ്ദ് ചെയ്തു ഹൈക്കോടതി. എന്നിട്ട് രണ്ടാമത് നറുക്കെടുക്കേണ്ടി വന്നു. അപ്പോൾ അത് 2 ദിവസം മുമ്പാണ് ആ നറുക്കെടുപ്പ് പൂർത്തിയായത്. അതിനുശേഷമാണ് സീറ്റ് വിഭജന ചർച്ചകൾ പുനരാരംഭിക്കേണ്ടി വന്നത്. കാരണം നറുക്കെടുപ്പ് അനുസരിച്ചിട്ടല്ലേ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തതന്നെ കൊച്ചിയിലെ സ്ഥാനാർത്ഥി. ഇന്നും നാളെയായിട്ട് അത് പൂർത്തിയാവും. അല്ല, കൊച്ചിയിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതി. സർപ്രൈസിൻ്റെ ആവശ്യമില്ല. കൊച്ചിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കൃത്യമായിട്ട്. ഞങ്ങൾ നന്നായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട്. LDFും CPM കൂടി LDFും BJPയും കൂടി രണ്ടുപേരും കൂടി ചേർത്തതിൻ്റെ ഇരട്ടി വോട്ട് ഞങ്ങളിവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട്. നല്ല കൃത്യമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഡിവിഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കി. നേരത്തെ എല്ലായിടത്തും നന്നായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു. എല്ലാ സ്ഥലത്തും കുടുംബസംഗമങ്ങൾ നടത്തി. എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി. ഒരു റൗണ്ട് വർക്ക് കഴിച്ചിരിക്കുക നന്നായിട്ട്. സാഹചര്യം മാറും. സാഹചര്യം മാറിയല്ലോ. നിങ്ങൾ എല്ലാ സാഹചര്യവും കഴിഞ്ഞ പ്രാവശ്യം മാറി. കാരണം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് വലിയ മാറ്റം ഉണ്ടായി. ഈ ലോക്കൽ ബോഡികളിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മേൽക്കൈ UDFനായിരുന്നു. 15, 20, 30 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ 6-7 ഘട്ടത്തിൽ നടന്നു. എല്ലാ ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പുകളിലെ മുൻതൂക്കം കോട്ടയം ജില്ലയിലടക്കം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ UDFന്റെ മേൽക്കൈ ഉണ്ടായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞങ്ങളോട് പറയണ്ടല്ലോ. എല്ലായിടത്തും മേൽക്കൈ UDFനായിരുന്നു കഴിഞ്ഞ 4 വർഷം. ഞങ്ങൾ ഗൗരവമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച, ഞാൻ ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല, വിവിധ പാർട്ടികൾ, വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികൾ UDFനെ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ UDF പൊതുവായ ഒരു തീരുമാനം പെട്ടെന്നെടുത്ത് പ്രഖ്യാപിക്കും. അതവിടെ ആരാണ്ട് കൂടെ വന്ന 2 പേര് തമ്മിൽ വേറെ ഏതോ തർക്കം ഉണ്ടായതാ. സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ലല്ലോ. ഇതിന് അത് തർക്കം ഉണ്ടാവുന്നത് അതെന്തോ DCC ഓഫീസിന്റെ പുറത്ത് ആരോ തമ്മിൽ വഴക്കിട്ടേന് ഞാൻ മറുപടി പറയണതിന് എന്നോട് ചോദിക്കുന്നത് ആ ചോദ്യം. ഒരു പരാതിയില്ല. കോഴിക്കോട് ജില്ലയിലൊക്കെ നല്ല രീതിയിൽ UDF ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം ഭംഗിയായി നടക്കുന്നു. ഇന്ന് രാത്രിയാകുമ്പോഴേക്കും അത് മുഴുവനായിട്ട് പൂർത്തിയാവും. ഒരു വശത്ത് സീറ്റ് വിഭജനം ബാധകമല്ലാത്ത സീറ്റുകളിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും പ്രധാനപ്പെട്ട മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ഈ 10 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ളൂ നോമിനേഷൻ കൊടുക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ്. ഇത്രയും സീറ്റുകൾ ഏത് കാലത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഇവിടുത്തെ ഞാൻ എറണാകുളം DCC ഓഫീസിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. എത്ര പഞ്ചായത്തുകളിലെന്നറിയാമോ ഇവിടെ കൊണ്ട് തന്നിരിക്കുകയാണ്. തീർന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എൻ്റെ ആദ്യ അനുഭവമാണ് UDFന്റെ സീറ്റ് വിഭജനവും
കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗത്തിൽ നടക്കുന്നത്. ഞാൻ എൻ്റെ നിയോജകമണ്ഡലത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല, തീർന്നു മുഴുവൻ. ഞാൻ ഇടപെടേണ്ടി വന്നിട്ടില്ല, തീർന്ന്. നാളെ രാവിലെ ഇവിടെ DCC പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടിയോ സീറ്റ് വിഭജനം 2 ആഴ്ച മുമ്പ് തീർന്ന്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തീർന്നു. നാളെ അവരെല്ലാം പ്രിന്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിയോജകമണ്ഡലത്തിലും മുഴുവൻ. അങ്ങനെ എത്ര നിയോജകമണ്ഡലം ഉണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞ വിസ്മയമാണ്. അത്ര ആവേശത്തിലാണ് പ്രവർത്തകർ. അല്ലെങ്കിൽ ഓരോ സീറ്റിനും വേണ്ടി കരിവിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വളരെ അപൂർവം സീറ്റുകളിൽ ചിലപ്പോൾ 2, 3, 4 ആളുകൾ വളരെ ഇതായിട്ടുള്ള ആളുകൾ വരും, അർഹതയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് ഇടപെട്ട് നമ്മൾ നോക്കി അതിൻ്റെ ചില സോഷ്യൽ ബാലൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചെയ്യും. ഒറ്റപ്പെട്ട വല്ല കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സീറ്റിലും കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു പേയ്മെന്റ് സീറ്റും നടക്കില്ല, ഒരു സ്ഥലത്തും ഇല്ല. എല്ലാം രാഷ്ട്രീയമായി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അല്ലാതൊന്നും വേറെ അല്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളും പറഞ്ഞാൽ അവരും പറഞ്ഞു, അവരും പറഞ്ഞല്ലോ വേറെ നീക്കുപോക്കുകളൊന്നുമില്ല, ഞങ്ങളുമില്ല. അവർ ഞങ്ങളുടെ മുന്നണിയിലെ കക്ഷിയല്ല. ഞങ്ങളുടെ മുന്നണിയിലെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കക്ഷിയല്ല. അതിന് CPMന് എന്താ അസുഖം? 3 പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയല്ല, അവരുടെ പഴയ രൂപമായ ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തതല്ലേ CPMന്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയുണ്ടായില്ലല്ലോ. അന്നെന്താ വർഗീയവാദം ഉണ്ടായില്ലേ? ചുമ്മാ ഇതൊക്കെ CPMന്റെ അവസരവാദമാണ്. CPMന്റെ അവസരവാദം ഇതെല്ലാം മനസ്സിലായില്ലേ? അല്ല, CPMന്റെ അഭിപ്രായം എന്തായിരുന്നു? നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ആളാണല്ലോ. CPMന്റെ അഭിപ്രായം എന്താ അത് പറ. CPMന്റെ അഭിപ്രായം പറ. CPM 30 കൊല്ലക്കാലം അവരുടെ കൂടെ ആയിരുന്നു. അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, കൂടുതൽ ചർച്ച ചെയ്തില്ലേ. അല്ല, തെരഞ്ഞെടുപ്പല്ലേ, നമ്മൾ അഗ്രസീവ് ക്യാമ്പയിൻ. പിന്നെ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പുതിയ മാതൃകാപരമായിട്ടുള്ളൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അതൊക്കെ ഉപയോഗിക്കണ്ടേ? ഒരു 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 സമുദായവും സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല. ആരും സംസാരിക്കുന്നില്ല. അല്ലല്ല, അദ്ദേഹം എന്തൊക്കെ ഏതൊക്കെ നിലപാട് ഓരോ സമയത്ത് ഓരോ. അങ്ങനെ ഇവിടുത്തെ കേരളത്തിൽ ഒരു സമുദായ നേതാക്കളും സർക്കാരിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ആരും എടുത്തിട്ടില്ല. അവർക്കൊക്കെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും പറയാനും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും എല്ലാ മനുഷ്യരും കേരളത്തിൽ ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഇതെങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി അങ്ങനെ സർക്കാർ അനുകൂലമായിട്ട് ഏതെങ്കിലും സമുദായ നേതാക്കൾ പറഞ്ഞാൽ സമുദായത്തിലുള്ളവർ അവർക്കെതിരാവും, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഈ സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞ് ആരും അബദ്ധത്തിച്ചൊന്നും ചാടില്ല. അത്രയൊക്കെയുള്ള സാമാന്യ യുക്തി സമുദായ നേതൃത്വത്തിലിരിക്കുന്നവർക്കുണ്ട്. വെറുതെ അവരെതിരാവാൻ നോക്കില്ല. മനസ്സിലായി? എന്താ അതൊക്കെ മാറി മാറി വരണ്ടേ. ഞങ്ങൾക്കൊരു വനിതാ മേയർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ 5 കൊല്ലക്കാലം. ഇനി 5 വർഷം ഇവിടെ ആയിരുന്നു. ഇനി 5 വർഷം അടുത്തത് വനിതാ മേയർ വരട്ടെ. അതിനെന്താ? സ്ത്രീകൾ നല്ല ഒരുപാട് കാര്യങ്ങൾ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ നന്നായി ചെയ്തവരുണ്ടല്ലോ ഇഷ്ടം പോലെ. അവർ വരട്ടെ. ഞങ്ങൾ പല സ്ഥലത്തും ഈ 50% റിസർവേഷൻ കഴിഞ്ഞിട്ട് 55, 60 ഒക്കെ കൊടുക്കുകയാണ്. ജനറൽ സീറ്റ് വരെ സ്ത്രീകൾക്ക് കൊടുക്കുകയാണ് പല സ്ഥലത്തും. കാരണം അവർ കേപ്പബിളായിരുന്നു പല സ്ഥലത്തും. അപ്പോൾ ചിലപ്പോൾ അവർ തന്നെ നിന്നാൽ ജയിക്കും. അവരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യതയെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ 50% സംവരണവും കഴിഞ്ഞ് ഞങ്ങളുടെ പല സ്ഥലത്തും നോക്കി 60%. എൻ്റെ പറവൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെ 60. അല്ല, അതൊക്കെ ജനറൽ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കുന്ന ആ സാധ്യതകളെല്ലാം ഒത്തുവന്ന് അവർക്ക് കൊടുക്കും. പാർട്ടി അതിന് ഒരു ജനറൽ സീറ്റിൽ സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം കോൺഗ്രസിനില്ല. നന്നായി വർക്ക് ചെയ്യുന്ന ചില ആളുകളുടെയൊക്കെ പേരുകൾ അവരുടെയൊക്കെ വാർഡുകളിൽ ജനറലായപ്പോൾ വന്നിട്ടുണ്ട്.
അത് ഞങ്ങൾ പരിശോധിച്ച് കൊടുക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. പാർട്ടി ഇറക്കിയിരിക്കുന്ന ഒരു നിർദ്ദേശത്തിലോ സർക്കുലറിലോ ഒന്നും ഒരു ജനറൽ സീറ്റ് ഒരു സ്ത്രീക്ക് കൊടുക്കരുത് പറഞ്ഞിട്ടേ ഇല്ല, പറയുകയില്ല കോൺഗ്രസ്. അങ്ങനെ പറയില്ല കോൺഗ്രസ്. അല്ല, അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാവും, അത് പറയും. നമുക്ക് അങ്ങനെ ആരോടെങ്കിലും വിരോധമുണ്ടാകും, പ്രത്യേകിച്ച് ഞാൻ അറിയാൻ പാടില്ല. അല്ലല്ലോ, അവർ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണച്ചു. അസംബ്ലിയിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂർ ഞങ്ങളെ പിന്തുണച്ചു. അപ്പോൾ ഞങ്ങൾ പിന്തുണച്ചപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു. ഇപ്പോൾ അവർ പിന്തുണച്ച് ഞങ്ങൾ സ്വീകരിക്കും. അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കും ഞങ്ങൾ. അത് നല്ല ക്ലാരിറ്റി ഉള്ള ഇതാണ്. പക്ഷെ അവർ മുന്നണിയുടെ ഭാഗമല്ല, മുന്നണിയിലെ ഘടകകക്ഷികളിലൊന്നുമല്ല. ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ. അത് ആ മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കയ്യിലേക്കാരൻ ചോദിക്കുകയാണ്. മേലാറ്റൂർ മണ്ഡലത്തിലെ 8ാം വാർഡ് ഏതാന്ന്. അല്ല, എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ല ഞാൻ. അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂരിൽ പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. അപ്പൊ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. അല്ല, മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. ഒന്നുമില്ലാണ്ട് ചോദിക്കാനേ, കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കാണ്. മേലാറ്റൂര് മേലാറ്റൂര് അത് പോയി അന്വേഷിക്കുക. വണ്ടി എടുത്ത് പോയി, ഇല്ലേ അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട്, കൈരളി റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരത്തെ മണ്ഡലത്തിൽ എന്തായെന്ന് ചോദിക്കും. എന്നോട് എറണാകുളത്ത് ഇരിക്കുന്ന എന്നോട് മേലാറ്റൂര് മണ്ഡലം. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കും. കൊച്ചി നഗരസഭ ഉജ്ജ്വല വിജയം. ഞങ്ങളുടെ ടാർഗറ്റ് 3ൽ 2 സീറ്റുകളും പിടിക്കാനുള്ള ടാർഗറ്റാണ് ഞങ്ങൾ ചെയ്യണം. ഇത് എവിടെ നിന്ന് കിട്ടിയതാണോ? ഏത് ഗ്രൂപ്പ്? കോൺഗ്രസിലൊരു ഗ്രൂപ്പും ഇല്ല, എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരു ഗ്രൂപ്പും ഇല്ല. ഒന്നാമത്തെ ഈ ചാർജ് ഉള്ള ഒരാൾ ഞാനാണ്. ഈ കൊച്ചി കോർപ്പറേഷൻ്റെ ചാർജ് എനിക്കാണ് നേതൃത്വം തന്നിരിക്കുന്നത്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ആർക്കൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്കവിടെ നിന്ന് കിട്ടിയാൽ മതി. അല്ലെ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഞങ്ങൾ സീറ്റ് വിഭജനം UDF-ലെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാർ അതിലിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 പേരാണ് എൻ്റെ ഇടതും വലതും ഇരിക്കുന്നത്. അവർക്ക് പോലും അറിയാൻ പാടില്ല. ആ ചർച്ചയിൽ ഞാൻ ചർച്ചയിലുണ്ടായില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവർക്ക് പോലും അറിയില്ലാത്ത കാര്യമാണ്. വേറെ വല്ല ചോദ്യം ഉണ്ട്? അല്ല, അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കൊച്ചിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കാരണം ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അതിൻ്റെ കരാറെടുത്തവരെ രക്ഷിക്കാൻ കോടികളുടെ അഴിമതി നടത്തി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ കൊടുത്തവരാണ്. അതിന് കൂട്ടുനിന്നവരാണ് ഈ ഭരണകൂടം, 5 വർഷത്തെ ഭരണകൂടം. കോടിക്കണക്കിന് പരിഹാരം ആയില്ലല്ലോ. കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കച്ചവടം നടത്തിയ കമ്പനിക്ക് അത് കത്തിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് ഇവരുള്ളത്. അത് ഞങ്ങൾ പുറത്തുകൊണ്ടുവരും. പിന്നെ 2, ഇവിടെ നടന്ന എല്ലാ വികസന പദ്ധതികളും നടന്നു എന്ന് പറയുന്ന എല്ലാം UDF ഇവിടെ ഭരിക്കുമ്പോൾ, ഇവിടെ കൊച്ചി ഭരിക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തി സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിലൂടെ വാങ്ങിച്ച തുകയാണ് ഇവിടെ ചിലവാക്കിയത്. ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ്. ഞങ്ങളുടെ ഭരണം കൊണ്ടുവന്ന പൈസ അല്ലാതെ ഇവിടെ 1 രൂപ ചിലവാക്കിയിട്ടില്ല. 2015 കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലെ 20 നഗരങ്ങൾക്ക് കൊടുത്തപ്പോൾ 5ാം സ്ഥാനം കൊച്ചിക്കായിരുന്നു. അത് ഗംഭീരമായിട്ട് ഞങ്ങളുടെ അന്നത്തെ ഭരണം നല്ല പ്രസന്റേഷൻ നടത്തി കൊച്ചിയുടെ ആവശ്യങ്ങൾ വെച്ച് ഇന്ത്യയിൽ 5ാമത്തെ സ്ഥാനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന 2000 കോടി രൂപയുടെ പരിപാടിയാണ്. 2000 കോടി രൂപയുടെ പരിപാടി. പിന്നെ അവർ കെട്ടിടം പണിതെന്ന് പറഞ്ഞു. ആ കെട്ടിടത്തിൻ്റെ സ്ഥലം കേവലം 1 സെന്റിന് മറൈൻ ഡ്രൈവിൽ 1.25 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. 1.5 ഏക്കർ സ്ഥലം കൊടുത്തു ആണല്ലോ. പിന്നെ അവിടെ അവർക്ക് കെട്ടിടം പണിയാൻ പറ്റാതെ വന്ന സമയത്ത് 250% എക്സസ് കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഞങ്ങളാണ് അതിൻ്റെ പുറകിൽ എല്ലാം ഉണ്ടായത്. ഇവരൊന്നും ചെയ്യാത്ത. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെൻറ് കാലത്ത് വെള്ളക്കെട്ട് നിയന്ത്രിച്ചു. ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ ഇപ്പോഴും വെള്ളത്തിലാണ്. എവിടെ പോയി ഇവരുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊതുകുള്ള 1ാമത്തെ നഗരമായി ഇത് മാറി. ഏറ്റവും കൂടുതൽ തെരുവ് പട്ടികളുള്ള സ്ഥലം കൊച്ചിയാണ്. ഇവർ ഒരു വികസന പ്രവർത്തനവും ഒരു പദ്ധതിയും ഇവർക്കില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ
അല്ല ഒരു അഭിനന്ദനം ഉണ്ടായാലേ ഒരു മഴ പെയ്താൽ നോക്കി നിങ്ങൾ MG റോഡിലടക്കം വെള്ളക്കെട്ടാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, സ്മാർട്ട് സിറ്റി രാജീവ് ആവാസ് യോജന പദ്ധതിയാണ്. രാജീവ് ആവാസ് യോജന UPA സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് 25 കോടി രൂപ കൊടുത്തിട്ട് പൂർത്തീകരിച്ചു പറ്റുന്നത്. ആ പദ്ധതി ആ പണം കൊണ്ടുവന്ന് ഞങ്ങളാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന പണമാണ്. ആ പണം കൊണ്ടുവന്ന് ആ പണം 2015 കൊണ്ടുവന്ന് അതിന് ഉമ്മൻചാണ്ടി സർക്കാരും ഈ UPA സർക്കാരും എല്ലാം നന്നായി അത് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങൾ നോക്കിക്കോ, എല്ലാം സ്മാർട്ട് സിറ്റിയുടെ പൈസ അല്ലെന്ന്, അല്ലാതെ ഏത് പൈസ ഉള്ളത്, അല്ലാതെ അവരുടെ റൊട്ടീൻ വർക്ക്. അതൊക്കെ ഞങ്ങൾ നല്ല ക്യാമ്പയിൻ ഉണ്ട്, നല്ല ക്യാമ്പയിൻ മെറ്റീരിയൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നന്നായി ഞങ്ങൾ അഗ്രസീവ് ക്യാമ്പയിനാണ് നടത്തുന്നത്. വേറെ വല്ലതും ഉണ്ടോ? വേറെ പ്രത്യേകിച്ചുണ്ട്. ഒരു ഏരിയ സെക്രട്ടറി UDF ചേർന്നിട്ടുണ്ട്, CPM-ന്റെ. അത് അറിഞ്ഞായിരുന്നു. പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവ് തൃപ്പൂണിത്തുറയിൽ നിന്നും ചേർന്നിട്ടുണ്ട്, ചന്ദ്രൻ. പഴയ ഏരിയ സെക്രട്ടറി CPM-ന്റെ KG ആന്റണി UDF ചേർന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അന്വേഷിക്കും.